ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എനിക്കറിയാം നമ്മുടെ ചാനലിൽ കുറച്ച് നാളായിട്ട് വീഡിയോസൊന്നും വന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശബ്ദത്തിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് Redmi Note 11T Proനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു Note 11T എന്ന് പറയുന്ന മോഡൽസ് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോ വേർഷൻ ആയിരിക്കും ഈ ഒരു മെയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് ഡേറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും നമുക്ക് ഈ ഒരു മെയിലായിരിക്കും ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ ചൈനയിൽ ഈ ഒരു മാസം തന്നെ ആയിരിക്കും ഇതിൻ്റെ T സീരീസ്, അതായത് നമ്മുടെ ഈ ഒരു T അതുപോലെ T Pro ആ മോഡൽസൊക്കെ ഈ മാസം തന്നെ ആയിരിക്കും ചൈനയിൽ ലോഞ്ച് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു T Pro എന്ന് പറയുന്ന മോഡൽ ഈ ഒരു ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് മെയിലായിരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം, അതായത് സ്പെസിഫിക്കേഷൻ നോക്കുന്നുണ്ടാവും. പിന്നെ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എൻ്റെ കുറച്ച് ഒപ്പീനിയനും കാര്യങ്ങളും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡിസൈനെ കുറിച്ചൊന്നും നമുക്കിതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അവർ അതിൻ്റെ റെൻഡറോ കാര്യങ്ങളൊന്നും പുറത്തുവിടില്ല, അതായത് ഈ ഒരു T Proയുടെ റെൻഡറോ കാര്യങ്ങളൊന്നും പുറത്തുവിടില്ല. അതുകൊണ്ട് നമുക്ക് ഡിസൈൻ എങ്ങനെ വരണതെന്നും പറയാൻ പറ്റില്ല. ചിലപ്പം പ്ലാസ്റ്റിക് ബിൽഡായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ, ഒരു 100% പ്ലാസ്റ്റിക് ബിൽഡായിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഗ്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും ബാക്ക് സൈഡിൽ വരുന്നത്. എന്തായാലും നമുക്ക് ഡിസൈനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു മാറ്റം അവർ ആ ഡിസൈനിൽ കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ, അതായത് ഇതിനകത്ത് വന്നിരിക്കുന്നത് IPS LCD ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഡിസ്പ്ലേയിൽ ചെറിയ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പം AMOLED ഡിസ്പ്ലേ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഡിസ്പ്ലേ സൈഡിൽ നിന്ന് നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ വരുവാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും Xiaomi ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 395 ppi ആണ്. അതുപോലെ നമുക്കിതിനകത്ത് പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്, വാട്ടർ ഡ്രോപ്പ് നോച്ച് അല്ല വരുന്നത്, പഞ്ച് ഹോൾ സെറ്റപ്പാണ് വരുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡിസ്പ്ലേ എന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് വരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ 90 Hz ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും ഒരു ഉറപ്പ് പറഞ്ഞില്ല, ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബാക്കി പെർഫോമൻസ് ആയിട്ട് അതുപോലെ ചിപ്സെറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ചിപ്സെറ്റ് ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ചിപ്സെറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, പക്ഷേ ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്ന് ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് MediaTek Dimensity 820 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പവർഫുള്ളായുള്ള ഒരു ചിപ്സെറ്റാണ്. അതുപോലെ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ച് കൂടെ നോക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ MediaTekൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് വന്നിരിക്കുന്ന റാം വേരിയൻ്റ് എന്ന് പറയുന്നത് 6GB ആണ് ബേസ് മോഡൽ റാം വേരിയൻറ്റ് വരുന്നത്. പിന്നെ ഞങ്ങളുടെ 8GB അങ്ങനെ ആ രീതിയിൽ റാം വേരിയൻറ്റ് വരും. അതുപോലെ തന്നെ റാം ടൈപ്പ് വന്നിരിക്കുന്നത് DDR4 ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നിരിക്കുന്ന മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് 128GB ആണ് ബേസ് മോഡൽ വന്നിരിക്കുന്നത്. അതുപോലെ മെമ്മറി ടൈപ്പ് വരുന്നത് UFS 2.0 ആണ്. പിന്നെ നമുക്ക് ഈ ഒരു മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് 1TB വരെ SD കാർഡ് യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചിപ്സെറ്റിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞില്ലായിരുന്നു, 7 നാനോമീറ്റർ ഫാബ്രിക്കേഷനാണ് ഈ ഒരു ചിപ്സെറ്റിന് വരുന്നത്. നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് ഈ ഒരു ചിപ്സെറ്റിൻ്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചിപ്സെറ്റിൻ്റെ സൈഡിൽ നിന്ന് നോക്കാനുള്ളത്. അതുപോലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബെസ്റ്റ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. കോഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് 64 MB പ്രൈമറി ക്യാമറയാണ് വരുന്നത്. അതുപോലെ 8 MB ഒരു ക്യാമറ വരുന്നുണ്ട്, പിന്നെ 5 MB ക്യാമറ വരുന്നുണ്ട്, പിന്നെ 2 MB ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലെ ക്യാമറ സെറ്റപ്പ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p and 30 FPS എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4Kയുടെ കാര്യം ഇതിനകത്ത് പറയുന്നില്ല. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് 32 MB ഒരു പ്രൈമറി ക്യാമറയാണ് വരുന്നത്. ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p and 30 FPS ആണ്. അപ്പോൾ ഈ ഒരു രണ്ട് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p and 30 FPS ആണ്. 4K നമുക്ക് ഇതിനകത്ത് അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി സെറ്റപ്പാണ്. അതായത് ഇതിനകത്ത് നമുക്ക് 5010 mAh ഒരു പവർഫുൾ ആയ ബാറ്ററി തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടറാണ്. പക്ഷേ എത്ര വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല, ഇവർ കൺഫേം ചെയ്തിട്ടില്ല എത്ര വാട്ടാണെന്നുള്ള കാര്യമൊന്നും. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ USB-C ടൈപ്പാണ് വരുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചാർജിങ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ബാറ്ററിയുടെ സൈഡിൽ നിന്നൊക്കെ നോക്കാനുള്ളത്. അടുത്തായിട്ട് നെറ്റ്വർക്ക് കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് 5G സപ്പോർട്ടറാണ്. ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ നമുക്ക് 5G അവൈലബിൾ അല്ല, പക്ഷേ എന്നാലും ഈ ഒരു സ്മാർട്ട് ഫോൺ 5G സപ്പോർട്ടുള്ള സ്മാർട്ട് ഫോണാണ്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് 4G 3G 2G അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഡ്യുവൽ സിം സപ്പോർട്ടറാണ്. അപ്പം ഈ രീതിയിലാണ് ഇതിൻ്റെ കണക്ടിവിറ്റി ഒക്കെ വരുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ മൾട്ടിമീഡിയ സെറ്റപ്പൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് ഏത് രീതിയിലുള്ള സ്പീക്കറാണ് വരുന്നതിനെ കുറിച്ചൊന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് സ്പീക്കർ അവൈലബിൾ
എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമുക്കിതിനകത്ത് ഓഡിയോ ജാക്ക് അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ആ 3.5mm ആ പോർട്ട് അവൈലബിൾ അല്ല, മറിച്ച് C ടൈപ്പാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മളിപ്പം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. വയേർഡായുള്ള ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത് കുറവാണ്. അപ്പം നിങ്ങൾ കാണുന്നതാണ്. എന്തായാലും നമുക്ക് അതിനുള്ളൊരു പോർട്ട് അവൈലബിൾ ആണ്, പക്ഷേ C ടൈപ്പ് ആണെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ മൾട്ടിമീഡിയ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ OSും അതുപോലെ UA ഒക്കെ നോക്കുകയാണെങ്കിൽ MIUI 13 ആയിരിക്കും വരുന്നത്. അവർ കൺഫേം ചെയ്തിട്ടൊന്നുമില്ല. അതല്ലെങ്കിൽ 12 ആയിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ അവർ 12 ആണ് ഇതിൽ ഇറക്കുന്നതെങ്കിൽ അത് അവരുടെ ഒരു പോരായ്മയാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം വെച്ചാൽ അവർക്ക് 13 ഇറക്കാം. മറ്റ് സ്മാർട്ട് ഫോണുകളിലൊക്കെ അവർ 13 കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രോ വേർഷനിൽ അവർ 13 കൊണ്ടുവരാണ്ട് 12 കൊണ്ടുവരുവാണെങ്കിൽ അത് അവരുടെ ഒരു മോശം പെർഫോമൻസ് ആണെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അതുപോലെ ഇതിനകത്ത് Android 11 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല, അവർ അങ്ങനെ തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഷവോമിയുടെ അല്ലെങ്കിൽ മറ്റു ഫോണുകൾ നോക്കുകയാണെങ്കിൽ അവരെ ലോഞ്ച് ചെയ്യുന്നത് Android 11 തന്നെയാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല അവരങ്ങനെ ചെയ്യുന്നതെന്ന്. ചിലപ്പം എന്തെങ്കിലും മാറ്റം വരാൻ ചാൻസ് ഉണ്ടാകും. ചിലപ്പം 12 ഈ ഒരു മോഡൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ഇതിൻ്റെ പ്രൈസോ കാര്യങ്ങളോ പറഞ്ഞില്ല. നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് എന്ന് പറയുന്നത് 18,999 രൂപയാണ്. അതായത് നമുക്കൊരു 20,000 രൂപ താഴെ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു 11T Pro എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് എൻ്റെ കുറച്ച് ഒപ്പീനിയൻ കാര്യങ്ങളാണ് ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്കിപ്പം അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസാണ്. അതായത് ജസ്റ്റ് റൂമറായിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസാണ്. ഇത് കൺഫേം ആയിട്ടില്ല ഇതുവരെ. അതായത് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ കൺഫേം ഒന്നും ആയിട്ടില്ല. പിന്നെ പ്രൊസസ്സറിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ പെർഫോമൻസ് സൈഡ് അതൊക്കെ കറക്റ്റാണ്. ആ ഒരു രീതിയിലായിരിക്കും വരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് കൺഫേം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു മൾട്ടിമീഡിയ ആ ഒരു രീതിയിൽ, അതായത് നമ്മുടെ സ്പീക്കറിൻ്റെ കാര്യങ്ങളൊന്നും ഏത് രീതിയിലാണ് വരുന്നത്, സ്റ്റീരിയോ സ്പീക്കറാണോ വരുന്നത്, അതിനെക്കുറിച്ചൊന്നും അവർ കൺഫേം ചെയ്തിട്ടില്ല. സ്പീക്കർ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് മോഡലാണെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ ഓഡിയോ ജാക്കിൻ്റെ കാര്യം അത് കൺഫേം ആണ്, C ടൈപ്പ് ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഓഡിയോ ജാക്കിന് വേണ്ടി പ്രത്യേകം ഒരു പോർട്ടൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് ചെറിയൊരു സംശയമാണ്. അതായത് നമുക്കിപ്പോൾ ഉള്ള സംശയമുള്ള കാര്യം എന്ന് പറയുന്നത് ഡിസ്പ്ലേയിൽ സംശയമുണ്ട്. അതായത് IPS LCD ഡിസ്പ്ലേ മാറി AMOLED ഡിസ്പ്ലേ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ആ ഒരു ചാർജിങ്, അതായത് ഫാസ്റ്റ് ചാർജിങ് എത്ര വാട്ടാന്നുള്ള കാര്യം ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. അതിലും ചെറിയ സംശയമുണ്ട്. പിന്നുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ആ 3.5mm ഓഡിയോ ജാക്ക് വരുമോ ഇല്ല എന്നുള്ളത് സംശയമുണ്ട്. അതിന് പകരം C ടൈപ്പാണ് വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കർ, അതായത് സ്പീക്കർ ഏത് മോഡലായിരിക്കും വരുന്നതിനെ കുറിച്ചൊന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്തില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമുക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്തായാലും ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നതെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു പ്രൈസ് നോക്കുക. ഈ ഒരു പ്രൈസിൽ നമുക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് 11T Pro എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പെർഫോമൻസ് സൈഡ് ഓക്കെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ വരുവാണെങ്കിൽ വീണ്ടും ഓക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതുപോലെ തന്നെ Android വെർഷൻ 12 അവർ കൊണ്ടുവരികയാണെങ്കിൽ വീണ്ടും എനിക്ക് ഓക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പ്, അതുപോലെ നല്ലൊരു രീതിയിലുള്ള ബാറ്ററി വരുന്നുണ്ട്. അതും ഓക്കെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതായത് 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം വരെ ഈ ഒരു ബാറ്ററി ലൈഫ് അല്ലെങ്കിൽ ബാറ്ററി നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നുള്ളൂ. നിങ്ങളൊരു എക്സ്ട്രീം ലെവൽ ഗെയിമിങ്ങൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. എന്നാലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് എൻ്റെ സൈഡിൽ നിന്നുള്ള ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇത് എൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അവസാനം ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിലയിരുത്തരുത്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റം വരാൻ ചാൻസ് ഉണ്ട്, തീർച്ചയായിട്ടും വരാൻ ചാൻസ് ഉണ്ട്, വരുമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ആൻഡ്രോയിഡ് വെർഷൻ മാറണം, പിന്നെ ഡിസ്പ്ലേയിൽ AMOLED ഡിസ്പ്ലേ കൊണ്ടുവരികയാണെങ്കിൽ നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റം വരുവാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ എക്സാക്ട് ലോഞ്ചിങ് ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ നമ്മൾ അന്നൊരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.